പ്രിയരെ, ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം 2025 മാർച്ച് 9 കൊടിയേറി 16 ആറോടുകൂടി ആഘോഷിക്കുന്നു. ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഉത്സവാഘോഷം തന്ത്രിവരൻ ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകർമ്മത്വത്തിൽ നടത്തപ്പെടുന്നു. കാലങ്ങളിൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ അകമഴിഞ്ഞ് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഇവിടെ ഓരോ ഉത്സവങ്ങളും ഓരോ നിർമ്മാണവും നടക്കുന്നത്. കാലങ്ങളായി ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ച ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളും സജീവ സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീരാമപാദങ്ങൾ പ്രണാമങ്ങളോടെ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് മനോഹരമായിരിക്കുന്ന ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ പഴക്കം നമുക്ക് ഈ മതിൽക്കെട്ടുകളും ക്ഷേത്രത്തിൻ്റെ നാലമ്പലക്കെട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൊടിമരം അവിടെ ഉത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മറ്റു മുഖമണ്ഡപങ്ങൾ കാണാൻ സാധിക്കുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രകൃതിയുടെ രമണീയമായിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിൽ ചേർന്ന് നിൽക്കുന്ന പഴയ ഇല്ലിക്കാടുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. മനോഹരമാണ് ഇവിടുത്തെ ഈ കാടുകളും കാഴ്ചകളുമൊക്കെ.
ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ ഈ കെട്ടുകൾ, പഴയ വെട്ടുകല്ല് കൊണ്ട് കെട്ടിയിരിക്കുന്ന ഈ കെട്ടുകളും വളരെ പഴമയുടെ കാഴ്ചകളാണ്. ഒപ്പം തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പുഴയോരത്തിൻ്റെ ഭംഗി അപാരതയാണ്. നമുക്കെത്ര വർണ്ണിച്ചാലും പറഞ്ഞാലും മതിയാവാത്തൊരു ക്ഷേത്രം. കരിമ്പുഴ പുഴ ഇതിലൊഴുകുന്നു. ഈ ക്ഷേത്രത്തിൽ ഈ ജലാശയത്തിലിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അപകടം പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ പുഴയിലിറങ്ങാവൂ എന്നുള്ളൊരു പ്രത്യേക അഭ്യർത്ഥനയും ചെയ്യുകയാണ്. ക്ഷേത്രത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് ഇതിൽ പകർത്താൻ സാധിച്ചു. കുന്നക്കാട് പ്രദേശത്ത് താമസിക്കുന്ന നമ്മുടെ കുട്ടേട്ടൻ എന്ന ആളാണ്. അദ്ദേഹം കദീന നിറച്ച് അത് വെടിപൊട്ടിക്കൽ അതിവിദഗ്ധനാണ്. അദ്ദേഹത്തിന് കുടുംബ പാരമ്പര്യത്തോട് കിട്ടിയിരിക്കുന്ന ഒരു തൊഴിലും കൂടിയാണ് ഈ കദീന നിറച്ച് വെടിപൊട്ടിക്കൽ. അദ്ദേഹം ഈ പ്രദേശത്തെ ഏക ഒരു ലൈസൻസുള്ള തൊഴിലാളിയാണ്.